എസ്എസിനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. ഈ സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യതകളുണ്ടോ? UDF കോൺഗ്രസ് അദ്ദേഹവുമായി ചർച്ച ചെയ്യാനുള്ള ഏതെങ്കിലും സാധ്യതകൾ? അക്കാര്യത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ എൻ്റെ പ്രതികരണം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഞങ്ങൾ നേരത്തെ ഈ കാര്യം വിശദീകരിച്ചതാണല്ലോ. കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവേശനം, അതിന് കേരളം ഒരുങ്ങുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം തന്നെ. ഏതെങ്കിലും ഒന്നു മാത്രമല്ല, ഇതെല്ലാം. അതെ, വികസനവും ക്ഷേമപ്രവൃത്തിയും സമസ്ത ജനങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള ഇടതുപക്ഷ നീക്കത്തിന് അനുദിനം പിന്തുണയേറുകയാണ്. നിരവധി സംഘടനകൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവൃത്തികൾക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തുന്നു. ഒരു ജനകീയ സർക്കാരും അതിൻ്റെ ചെയ്തികളും സമൂഹം എപ്പോഴും വിലയിരുത്തും. ആർക്കും നിഷേധിക്കാനാകാത്ത സാന്നിധ്യം സൂര്യന് പോലും മറയ്ക്കാനാകില്ല എന്ന ചൈനീസ് ചൊല്ലുപോലെ. അങ്ങനെ 9 വർഷം പിന്നിട്ട പിണറായി സർക്കാരിന് പിന്തുണയേറുന്നത് സ്വാഭാവികം. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ എന്തിനേയും എതിർത്ത് പ്രതിപക്ഷമാകാമെന്ന തെറ്റുദ്ധാരണയുടെ തുടർച്ചയിൽ കോൺഗ്രസ് എടുത്ത നിലപാട് പിൻകുത്താവുകയാണ്. പെട്ടുപോയ കുടുക്കിൽ തുടരുമെന്ന ഭയപ്പാടിൽ KC വേണുഗോപാലും VD സതീശനും അടക്കമുള്ളവർ പല കള്ളവും പറഞ്ഞ് മറയ്ക്കാനും ഒക്കെ ശ്രമിച്ചു. മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക കുറ്റകൃത്യത്തിന് ശേഷം ഇതാ സാമൂഹിക ഘടകങ്ങളും കോൺഗ്രസിനെ തള്ളുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തുമ്പോൾ വിശ്വാസികളടക്കം സമൂഹത്തിൻ്റെ എല്ലാ കോണുകളും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിൽ മൂന്നാം ഭരണ തുടർച്ച തന്നെയാണ് കാണുന്നത്. ഇതിൽ ആശങ്കയും അന്താളിപ്പിലുമാണ് കോൺഗ്രസും UDF. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: KU ജനീഷ് കുമാർ MLA, CPIM പ്രതിനിധി; മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്; ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ M ജയചന്ദ്രൻ. ആദ്യം അഡ്വക്കേറ്റ് ശ്രീ അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, കോൺഗ്രസ് മൊത്തത്തിലൊരു അന്താളിപ്പാണ്. ഭയമുണ്ടോ? ജിംഷാദൊക്കെ വലിയ ആഘോഷത്തിലാണല്ലോ, അത്യധികം ആവേശത്തിലുമാണ്. എൻ്റെ വിചാരം ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് നേരം കുറിക്കാനായിരിക്കും ജ്യോതിഷനെ തേടി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പോയതെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളെന്തായാലും ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പണിപ്പുരയിലാണ്. ഭവന സന്ദർശനം അത് കുഴപ്പമില്ല. അത് പൂമൂടൽ വിവാദം തൊട്ട് നമ്മൾ കൊടിയേരിയുടെ ഭാര്യ പോയി നടത്തിയ പൂജ തൊട്ട് ഇങ്ങോട്ട് കണ്ടിട്ട് നിൽക്കുകയാണല്ലോ നമ്മൾ. വിശ്വാസികൾ, ഞാനിപ്പം വിചാരിക്കുന്നത്, ഞാനൊക്കെ സീസണ് മാത്രമല്ല എല്ലാ മലയാള മാസത്തിലും 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ പോകുന്നുണ്ട്. എന്തായാലും വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി CPM-ൻ്റെ ഗോവിന്ദനുമൊക്കെ വന്ന സ്ഥിതിക്ക് അവർക്ക് വിളിച്ച ശീലമില്ലല്ലോ, ശരണം വിളിച്ച ശീലമില്ലല്ലോ. അതുകൊണ്ട് എല്ലാ മാസവും പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ 1-നും 5-നും ഇടയ്ക്ക് ദിവസം നിശ്ചയിച്ച് തന്നാൽ ശരണം വിളിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കല്ലും മുള്ളും കാലിക്കും മത്തയല്ല, മെത്തയാണ്. ആരെങ്കിലും എഴുതി വായിച്ച് വിശ്വാസിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അനിൽ ബോസ് ഇത്ര ലൈറ്റ് ആയിട്ട് എടുക്കണ്ട. കാരണം എന്താ അറിയാമോ, ഈ രാഹുൽ ഗാന്ധിയോടൊപ്പമൊക്കെ രാജ്യ തലങ്ങളിൽ എല്ലായിടങ്ങളിലും ഓടി നടന്ന അനിൽ ബോസ് എന്ന കോൺഗ്രസ് നേതാവിന് ഘടകകക്ഷികളെ ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കുട്ടനാട് UDF സീറ്റൊക്കെ വന്ന വിവരം, അല്ലെങ്കിൽ അത് കൽപ്പിച്ചിരിക്കുന്ന വിവരം ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് UDF സീറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ഒരു ഘടകവും പിന്തുണച്ചില്ലെങ്കിൽ ജയിക്കില്ല.
കുട്ടനാട് സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ എനിക്കാണെന്ന്? AKG സെന്ററിൽ തീരുമാനമെടുത്തെങ്കിൽ അവിടുന്നാണ് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, നമുക്കറിയാമല്ലോ ഈ വരുന്ന പൾസുകളൊക്കെ നിങ്ങളുടെ ഇടയിൽ. ഞാൻ ജനീഷുമായിട്ടൊന്ന് മത്സരിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കാണ് നിങ്ങൾ കുട്ടനാട്ടിൽ രാഹുൽ ഗാന്ധി തീരുമാനിച്ചെന്ന് പറയുന്നത്. അതാ വീട്, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വാ. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടല്ലോ കുട്ടനാട് വേണ്ടേ പറഞ്ഞേരെ. അപ്പൊ നിലവിൽ എന്തായാലും വേണ്ടാന്ന് ഇപ്പൊ അജിംഷാദിനെ തോന്നിക്കാണും. ഇനി കുട്ടനാടല്ല എവിടെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ നേതാവ്, ഇപ്പോൾ NSSൻ്റെ ആവട്ടെ, SNDPയുടെ ആകട്ടെ, KPMSൻ്റെ ആകട്ടെ, മറ്റേതെങ്കിലും സമുദായങ്ങളായിട്ട് 100 പേരുള്ള സമുദായങ്ങൾ വരെ ഉണ്ടല്ലോ. ആലപ്പുഴ ജില്ലയിൽ തന്നെ 67 സമുദായങ്ങളുണ്ട്, അറിയാമോ? 67 സമുദായങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ ചെറുതും വലുതുമായ സമുദായങ്ങൾ, അതിൻ്റെ നേതാക്കൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ, അവരുടെ സംഘടനാപരമായ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും. അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട മാറ്റമൊന്നുമല്ല. പിന്നെ NSSൻ്റെ നിലപാട് കണ്ടിട്ടാണ് നിങ്ങൾ കലത്തിൽ വെള്ളം തിളപ്പിച്ചതെങ്കിൽ എന്ത് പറയാനാണ്? ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളിപ്പോഴും G. സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളായാലും ഞാനടക്കമുള്ള ആളുകൾ മണിച്ചേട്ടനെന്ന് സ്നേഹത്തോടും ബഹുമാനത്തോടും വാത്സല്യത്തോടും വിളിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങളുടെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരാശങ്കയില്ല. വെള്ളാപ്പള്ളി നടേശനോ നല്ല കോൺഫിഡൻസ് ആണ്. ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യം. SNDP ജനറൽ സെക്രട്ടറി അടക്കം SNDPയുടെ ഭാഗമല്ലല്ലോ നിങ്ങളിപ്പോൾ ചർച്ചയ്ക്ക് എടുത്തത്. SNDP ജനറൽ സെക്രട്ടറിക്ക് എന്താ കുഴപ്പം? SNDP ജനറൽ സെക്രട്ടറി കുഴപ്പമൊന്നുമില്ല. SNDP ജനറൽ സെക്രട്ടറിയും നിങ്ങൾ വിചാരിക്കരുത് സമാനമായ നിലപാടാണ്. നിങ്ങൾ വിചാരിക്കരുത് അല്ല, ഇത് ഇവരുടെ നിലപാടുകളുടെ ഒരു ഉദാഹരണം അജിംഷാദിന് അറിയാമല്ലോ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും എടുത്ത നിലപാടെന്താ? ആ നിലപാടാണോ ഇപ്പോൾ അവർക്കുള്ളത്? അവരുടെ രണ്ടുപേരുടെയും കാര്യം മാത്രം എടുക്കാം. 50 കോടി മുടക്കി വനിതാ മതിലും സംഘടിപ്പിച്ച് സ്ത്രീകളെ പ്രവേശിപ്പിക്കും, കോടതി വിധിയാണ്, വിപ്ലവമാണ്, നവോത്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒരു വശത്ത്. അന്നും ഇന്നും ഞങ്ങൾ വിശ്വാസ സമൂഹത്തിനോടൊപ്പം. അങ്ങനെയാണെങ്കിൽ ശ്രീ അനിൽ ബോസ് ആ പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ എനിക്കൊരു ചോദ്യം, അതായത് രാഷ്ട്രീയമായ അതിന്റെ ഉത്തരം KU ജനീഷ് കുമാർ പറയും. എൻ്റെ ഒരു സംശയം, മാധ്യമപ്രവർത്തന എന്ന നിലയിൽ എൻ്റെ ഒരു സംശയം, താങ്കൾ പറഞ്ഞു നേരത്തെ വിശ്വാസികൾക്കൊപ്പമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമായ നിലപാടായല്ലോ. എന്നിട്ട് എന്താണ് ആഗോള അയ്യപ്പ സംഗമവുമായി നിങ്ങൾ സഹകരിക്കാത്തത്, കോൺഗ്രസ് സഹകരിക്കാത്തത്? ആര് വിശ്വാസികൾക്കൊപ്പമായി? അല്ല, നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി, നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ പോലും നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ആഗോള അയ്യപ്പ സംഗമവും ശബരിമല ഒക്കെയായി മുമ്പോട്ട് പോകുന്നു. എന്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ എതിർക്കുന്നില്ല? അപ്പോൾ വലതുകാല് വെച്ചാലും ഇലതുകാല് വെച്ചാലും എതിർക്കുക മാത്രമാണ് നിങ്ങളുടെ ദൗത്യം. അതാണോ പ്രതിപക്ഷം? അജിംഷാദേ, അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി, ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത ഇപ്പം നല്ല കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ് അയ്യപ്പ ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഒരു വിശ്വാസി കൂടിയായ ഞാൻ 100% പിൻബലം നൽകും, പിന്തുണ നൽകും. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, ഇത് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്, ശബരിമലയുടെ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, മെമ്പർ ശ്രീ അജയ് തറയിൽ അടക്കമുള്ളവരായിരുന്നു. അതിൻ്റെ ഭാഗമായി അയ്യപ്പന്മാർക്ക് സൗകര്യമൊരുക്കാൻ, നിലയ്ക്കലിൽ 50,000 പേർ ഒരു സമയം വന്നാൽ അവർക്ക് വിരിവെക്കാനും അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് കേരള ഗവൺമെൻറ് അനുമതി കൊടുത്തു, ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തു, ഹൈക്കോടതി അനുമതി കൊടുത്തു. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള MLA ആണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിലയ്ക്കൽ 50,000 പേർക്ക് പോയിട്ട് 500 പേർക്ക് വിരി വെക്കാനുള്ള സൗകര്യം ഒരുക്കാൻ ഈ ഗവൺമെൻറ്റിന് 9.25 വർഷം പിന്നിടുന്നു. ഇനി 6 മാസം 8 മാസം തികച്ചില്ല ഈ തെരഞ്ഞെടുപ്പിന്. ഇവർക്ക് സാധിച്ചോ? ഞങ്ങളുടെ ഭരണവും പോയി, ഞങ്ങളുടെ ബോർഡും മാറിയല്ലോ. കോടതിയുടെ അനുമതിയുള്ളത്, ബോർഡിൻ്റെ അനുമതിയുള്ളത്, ഗവൺമെൻറ്റിൻ്റെ അനുമതിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? മാസ്റ്റർ പ്ലാൻ
എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ മണ്ഡലകാലമാണ് ഈ സമീപകാലത്ത് കണ്ടതിൽ ഏറ്റവും തിരക്കുണ്ടായിരുന്നത്. സംവിധാനം അവിടെ ഏറ്റവും ഗംഭീരമായി വിർച്വൽ ക്യൂവിനെ നിങ്ങൾ എതിർത്തു, എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇതെല്ലാം ഏറ്റവും ഗംഭീരമായി, ഇത്രയേറെ ആളുകളുള്ള മണ്ഡല കാലത്തെ ഏറ്റവും ഗംഭീരമായി കൊണ്ടാടാനായി. അതിൻ്റെ ക്രെഡിറ്റ് ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയത് ഭക്തരായി അവിടെ എത്തിയ താങ്കളുടെ നേതാവ് വി ഡി സതീശനും ചെന്നിത്തലയും പിന്നെ BJP നേതാവ് വി മുരളീധരനും നിങ്ങളുടെ നേതാവ് കെ മുരളീധരനും അടക്കമുണ്ട്. അനിൽ ബോസ്, തൊട്ട് മുമ്പ് നടന്ന മണ്ഡലകാലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി താങ്കൾക്ക് തുടരാം. ഞാൻ ഈ ചർച്ച കൈരളി ചാനലാണെങ്കിലും ഈ ചർച്ച ഗൗരവമായാൽ കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ വസ്തുതാപരമായി സംസാരിക്കാൻ ശ്രമിച്ചത്. പമ്പയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി മോണോറെയിൽ സംവിധാനം അനുമതിയുള്ളതാണ്. സർക്കാരിൻ്റെയും കോടതിയുടെയും ബോർഡിൻ്റെയും. ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ശബരിമലയിൽ സന്നിധാനത്ത് കോടതി അനുവദിച്ചിട്ടുള്ള, ബോർഡ് അനുവദിച്ചിട്ടുള്ള, സർക്കാർ അനുവദിച്ചിട്ടുള്ള ആനയ്ക്ക് പ്രദക്ഷിണം നടത്താനുള്ള സൗകര്യമൊരുക്കുക എന്ന് പറയുന്ന നിർമ്മാണ പ്രവൃത്തി നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അവിടെ ബെയിലി പാലവുമായി ബന്ധപ്പെട്ട് ബൂട്ടാസിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ച് റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻ റോഡുമായി ബന്ധപ്പെടുത്തി യു ടേൺ സംവിധാനം ഉള്ള സ്ഥലത്ത് അത് ക്രമീകരിക്കാൻ അനുവാദമുള്ളതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞോ? വനഭൂമി വിട്ടുകൊടുക്കണം. ഈ ഗവൺമെൻറ് ചെയ്തോ? അപ്പം നമ്മൾ പോസിറ്റീവായ ചർച്ചയാണ് അജിംഷാദെ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാസ്റ്റർ പ്ലാൻ നിലവിലുണ്ട്, അതിൽ അനുമതിയുള്ള വർക്കുകളുണ്ട്. ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ 9.25 വർഷമായി ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ താങ്കൾ ഇപ്പോൾ ചോദിച്ചു വിർച്വൽ ക്യൂവിൽ ഞങ്ങൾ എന്തോ എതിർത്തു. വിർച്വൽ ക്യൂ സംവിധാനം കൊണ്ടുവരുന്ന താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തൊക്കെയോ ചെയ്തു എന്ന്. ഈ വനം പരിസ്ഥിതിയുടെ മന്ത്രാലയത്തിൻ്റെ, കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ പമ്പയിൽ നിന്ന് ഒരു കാര്യങ്ങളും ആർക്കും ചെയ്യാനാകില്ല. UPA കാലത്തും അതുണ്ടായിട്ടില്ല, ഇപ്പോൾ NDAയുടെ കാലത്തും BJPയുടെ കാലത്തും അത് ഇല്ല എന്ന വസ്തുത താങ്കൾ മറച്ചുവെച്ചാണ് ഈ വസ്തുതയെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല പത്തനംതിട്ട ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 9 വർഷം മുമ്പ് ശബരിമലയിൽ പോകുന്ന ഒരാളും ഇപ്പോൾ പോകുന്ന ആൾക്കും അതിൻ്റെ വ്യത്യാസം അറിയാം. 3, കഴിഞ്ഞ മണ്ഡലകാലം ഉദാഹരണമായി പറയുന്നു. താങ്കളുടെ നേതാവ് അടക്കം അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അല്ല, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ സമയം തന്നാൽ മതി. അതെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, പൂർത്തിയാക്കാതില്ല. വനഭൂമി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് കേൾക്കൂ, വനം വിട്ടുകൊടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനുമതി വേണം. ശബരിമലയിൽ വനം ഭൂമി വിട്ടു തന്നല്ലോ, ദേവസ്വം ബോർഡിന് വിട്ടു തന്നിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. പകരം ഭൂമി വിട്ടുകൊടുക്കണമായിരുന്നു. അതിന് ഇടുക്കിയിൽ ഏതാണ്ട് 280ഓളം ഏക്കർ ഭൂമി വിട്ടുകൊടുത്തല്ലോ. ഇതൊന്നും അറിയാതെ നമ്മൾ ചർച്ച ചെയ്യരുത്. UDF സർക്കാരിൻ്റെ കാലത്ത് വനഭൂമി ഏറ്റെടുക്കുകയും അതിന് പകരമായി ഇടുക്കിയിൽ സ്ഥലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അജിംഷാദെ. വസ്തുത അറിയാ വർത്താനം പറയാതെ. അവിടെ ക്യൂ കോംപ്ലക്സ് നിർമ്മിച്ചതാകട്ടെ, വിർച്വൽ ക്യൂ സിസ്റ്റം, ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡോടെ മതി എനിക്ക്. വിർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവന്നതാകട്ടെ, അതെല്ലാം അന്നത്തെ കോൺഗ്രസിന്റെ ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ശ്രീ പ്രയാറിന്റെ കാലത്താണ് കൊണ്ടുവന്നത്. പക്ഷേ വിർച്വൽ ക്യൂവിനെ എതിർക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ തവണ പ്രതിപക്ഷം ചെയ്തത്. വിർച്വൽ ക്യൂ നടത്തിയാൽ മുഴുവൻ ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞത്. അല്ല, വിർച്വൽ ക്യൂവിനെ ആദ്യഘട്ടത്തിൽ എതിർക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷം. ഞങ്ങൾ പറഞ്ഞത് ഇല്ല, വിർച്വൽ ക്യൂ സിസ്റ്റത്തെ ഒരിക്കലും എതിർത്തിട്ടില്ല ആരും. വിർച്വൽ ക്യൂ സിസ്റ്റത്തിൻ്റെ സമയത്ത് സ്പോട്ട് രജിസ്ട്രേഷൻ കൂടി വേണമെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ഞാൻ അന്നും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. എനിക്ക് കൃത്യമായി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. ഞാൻ എല്ലാ മാസവും പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ വിർച്വൽ ക്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്ത എന്താ, വരുന്ന ഭക്തന്മാരുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങോട്ട് വരണ്ട, അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത്. അതിനുശേഷം സ്പോട്ട് രജിസ്ട്രേഷൻ വിവാദമായപ്പോൾ കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോഴും നിങ്ങൾ ക്യൂവിൽ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറച്ചിരുന്നു. എണ്ണം കുറച്ചിട്ടാണ് സ്പോട്ട് രജിസ്ട്രേഷൻ അനുവദിച്ചത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് അജിംഷാദെ, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്താൽ, വികസന പ്രവർത്തനം ചർച്ച ചെയ്താൽ 1 to 1 ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിയമസഭയിൽ VN വാസവൻ MLA, അത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നടക്കുന്ന പാർട്ടി സമ്മേളനമാണെന്നും ഉദ്യോഗസ്ഥന്മാരെയും പാർട്ടി കേഡറുകളെയും വിളിച്ചിരുത്തിയാണെന്നും അവിടെ ആളുകൾ വരില്ല എന്നും ഞങ്ങൾക്കറിയാമല്ലോ. അവിടെ ആര് വന്നു? ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള
ജയചന്ദ്രൻ അവിടെ പോയെന്നൊക്കെ എനിക്കറിയാമെന്ന്. ഞങ്ങൾ ഒന്നിച്ച് ഇതിനു മുമ്പും ചർച്ചയിൽ ഇതേ വിഷയത്തിൽ ഇരുന്നല്ലോ. ജയചന്ദ്രൻ എൻ്റെ നാട്ടുകാരനാണല്ലോ. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, ഇടതുപക്ഷ നിരീക്ഷകനായിട്ടാണ് അദ്ദേഹം പൊതുവിൽ പങ്കെടുക്കുന്നത്. എനിക്ക് അതിലൊന്നും തർക്കമില്ലല്ലോ. അദ്ദേഹം പോയെന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ലല്ലോ. പക്ഷേ എൻ്റെ ചോദ്യം, അവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ പാർട്ടി കേഡറുകൾ വന്നിട്ടുണ്ട്, പാർട്ടി അനുകൂലികളായ നിഷ്പക്ഷ നിരീക്ഷകർ വന്നിട്ടുണ്ട്, കുറേ ദേവസ്വം ബോർഡിലെ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായി കണക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എത്ര പേര് വന്നു? കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെ വേറൊന്നും വേണ്ടല്ലോ. അവിടെ വരുന്ന ബാഡ്ജ്, ടാഗ്, ഭക്ഷണം കമത്തി കളയുന്നത് കാണുകല്ലേ എന്ന് സങ്കടത്തോടു കൂടി കേരളം കാണുകല്ലേ? അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതാണ്. അത് ഞങ്ങൾ കാണിക്കും. അവിടെ നിറഞ്ഞിരിക്കുന്ന എനിക്ക് പറയാനുള്ളൂ, ഞാൻ തിരിച്ചെത്താൻ ഒറ്റ കാര്യം എനിക്ക് അജിം ഷാദിനോട് പറയാനുള്ളൂ. അജിം ഷാദിനോട് ഒരു വരിയെ പറയാനുള്ളൂ. ഒരു ഭയപ്പാടും ഞങ്ങൾക്കില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും CPM-നും ഇടതുപക്ഷ മുന്നണിക്കും ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ആകെ ഒരു നേട്ടം ഉണ്ടായി. കേരളയിൽ വരുമെന്ന് പറഞ്ഞ് സമരം നടത്തി MV ഗോവിന്ദൻ കേരളത്തിൽ അറിയപ്പെട്ടത് അപ്പം ഗോവിന്ദൻ എന്ന നിലയിലേക്ക് മാറിയിരുന്നു. അദ്ദേഹത്തെ ആളുകൾ ട്രോൾ ചെയ്യുന്നു. അത് മാറി AI ഗോവിന്ദൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമാണ്. അടക്കമുള്ളവരുണ്ട്. ട്രോളിന്റെ കഥ പറഞ്ഞാൽ നമ്മള് അടക്കമുള്ളവരുണ്ട്. ട്രോളിന്റെ കഥ പറഞ്ഞാൽ ഇവിടെ നിൽക്കില്ല. നമുക്കത് വേണ്ട. നമുക്ക് ചർച്ച ചെയ്യാം. അതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ ഞാൻ അതിനും തയ്യാറാണ്. ശ്രീ ജനീഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിലും അതിനെ തുടർന്ന് പ്രത്യക്ഷത്തിൽ തന്നെ SNDP, NSS, KPMS അടക്കമുള്ള സോഷ്യൽ ഘടകങ്ങളും ഒക്കെ LDF സർക്കാരിനെ പിന്തുണയ്ക്കണം. പക്ഷേ ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്, അതൊന്നും ഭരണത്തിലേക്ക് എത്തില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ആശ്വാസമായി ശ്രീ അനിൽ ബോസ് പറയുന്നത്. അല്ല, അതിനൊക്കെ ഞാൻ പറയാം. ഇവർ ഈ ട്രോളുന്ന കാര്യം പറഞ്ഞല്ലോ, ഗോവിന്ദൻ മാഷിനെ ട്രോൾ ചെയ്യുക. കാര്യം ഗോവിന്ദൻ മാഷിനെ നിങ്ങൾ ട്രോളാൻ തുടങ്ങിയിട്ടും ഗോവിന്ദൻ മാഷിനെതിരെ നിങ്ങൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ കാലമായി. അത് ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. ഗോവിന്ദൻ മാഷിനെ നിങ്ങളുടെ സൈബർ ടീമുണ്ടല്ലോ, ഇപ്പം ഗോവിന്ദൻ മാഷെന്നല്ല, ആരൊക്കെ അജിം ഷാദെ ആരൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി അഭിപ്രായം പറയുന്നവർ കേരളത്തിലുണ്ടോ അവരെ എല്ലാം ഈ നിലയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ടീം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതല്ലേ ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി നേരിടുന്ന ഒരു സ്ഥിതി. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രമാത്രം നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഇത്രമാത്രം ഈ നിലയിലേക്ക് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്? നിങ്ങളുടെ സൈബർ ടീം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം? ഞാൻ ചോദിച്ചോട്ടെ, NSSൻ്റെ ജനറൽ സെക്രട്ടറി മാത്രമാണോ ഈ അടുത്ത സമയത്തായി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? അതിനു മുമ്പ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ? SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞു. KPMSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ? KPMSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ആ വേദിയിൽ കേരളത്തിലെ 28ഓളം വരുന്ന ഹൈന്ദവ സംഘടനകളുടെ ഭാരവാഹികളെല്ലാം ആ അയ്യപ്പ സംഗമത്തിലുണ്ടായിരുന്നു. അവരെല്ലാം കേരളത്തിലെ പ്രബലമായ സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ്. അവർ മാത്രം ഹൈന്ദവ സാമുദായിക സംഘടന ലീഡർമാർ അവർ മാത്രമല്ലല്ലോ. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പോയത് നമ്മുടെ കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ നമ്മുടെ കത്തോലിക്ക സഭയുടെ ക്ലിമിക്സ് ബാബ തിരുമേനി ഉൾപ്പെടെയുള്ള അഭിവന്ദ്യരായ തിരുമേനിമാരെന്താ പ്രസംഗിച്ചത്? കേരളത്തിലെ ഏറ്റവും ആർജവമുള്ള മുഖ്യമന്ത്രി, തീരുമാനമെടുത്താൽ വിശ്വാസമുള്ള മുഖ്യമന്ത്രി. ഒരു മാസം മുമ്പല്ലേ നമ്മുടെ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും അവർ മുൻകാലങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ടുള്ളവരാവാം. പക്ഷേ അവരെല്ലാം ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ പിന്തുണച്ച് അഭിപ്രായം പറയുകയാണ്. അത് സാമുദായിക സംഘടനകൾ മാത്രമല്ല, എല്ലാ സാമുദായിക സംഘടനകളുമുണ്ട്. സാമുദായിക സംഘടനകൾ മാത്രമല്ല, നമുക്കറിയാം വ്യവസായ പ്രമുഖർ എടുക്കുക, യൂസഫ് അലിയെ പോലെയുള്ള, രവിപിള്ളയെ പോലെയുള്ള ലോകമറിയുന്ന വ്യവസായ പ്രമുഖരെല്ലാം നിങ്ങളുടെ ഈ മോശം പ്രവണതയെ, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മോശം പ്രവണതയെ വിമർശിച്ചിട്ടില്ലേ? ഇവിടെ
ലോക കേരള സഭ നടക്കുന്ന ഘട്ടത്തിലല്ലേ യൂസഫ് അലിക്ക് പരസ്യമായി പറയേണ്ടി വന്നിട്ടുള്ളത്? എത്രയോ ഘട്ടങ്ങളിൽ അവരെല്ലാം പറഞ്ഞു കേരളത്തിലെ വ്യവസായ മേഖലയിലെ ഇടപെടൽ, കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലുകൾ പ്രശംസിക്കേണ്ടതാണ്. എത്ര തവണ അവരെല്ലാം പറഞ്ഞു. അതുമാത്രമോ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്ര പേർ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്? ഈ അടുത്ത സമയത്തല്ലേ നിങ്ങളിപ്പം ഗോവിന്ദൻ മാഷിനെ ട്രോളുന്നു എന്ന് പറയുന്നത് പോലെ NSSൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ട്രോളുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ സൈബർ ടീം ഒരു 2-3 മാസം മുമ്പ് ട്രോളിയ ഒരു വനിതയുണ്ട്, മല്ലിക സുകുമാരൻ. എന്താ പറഞ്ഞത്? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഭാവിയിൽ ഭാഗ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്ര സത്യസന്ധമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ്. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ കുറേ സമയം അതിനു വേണ്ടി വരും. ഞാൻ ആ കാര്യം അങ്ങനെ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറേ എല്ലാ വിഭാഗം ആളുകളും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണ നൽകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല. അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ അയ്യപ്പ സംഗമമാണല്ലോ വിഷയം. അയ്യപ്പ സംഗമത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ വിട്ടുനിന്നു? നിങ്ങൾ ബഹിഷ്കരിച്ചില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ പോകുന്നില്ല. അതെന്ത് നിലപാട്? നിങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചോട്ടെ, അത് വേണ്ട. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു ആതിഥ്യ മര്യാദയുണ്ടായിരുന്നെങ്കിൽ, പ്രശാന്ത് അല്ല വിളിക്കാൻ ചെല്ലുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഭക്തരുടെയും വിശ്വാസികളുടെയും മനസ്സിൽ എന്ത് സ്ഥാനമാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തിരുവിതാംകൂർ ഭാഗത്തെ 1251 ക്ഷേത്രങ്ങളുടെ ഭരണത്തലവൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ തീയതി എടുക്കുന്നു, സമയമെടുക്കുന്നു കാണാൻ. ഓഫീസിലല്ല ചെല്ലുന്നത് കേട്ടോ, വീട്ടിൽ ചെല്ലുന്നു, ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുന്നു. അകത്ത് റൂമിലിരുന്നതിന് ശേഷം പുറത്ത് ആളുകളോട് ഞാൻ ഉറക്കമാണ്, പിന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിടുന്നു. എന്ത് ആതിഥ്യ മര്യാദയാണ് നിങ്ങൾ കാട്ടിയത്? ഇതല്ലെങ്കിൽ പ്രശാന്തിനെ വിളിച്ച് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, നിങ്ങൾ തിരുത്ത് എന്ന് പറയാമല്ലോ. അതല്ലേ നമ്മുടെ ഒരു ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവം. അങ്ങനെയാവണ്ടേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ട സമീപനം? പക്ഷേ അങ്ങനെയാണോ അദ്ദേഹം സ്വീകരിച്ചത്? അധിക്ഷേപിച്ച് ഇറക്കിവിട്ടില്ലേ? നിങ്ങളെന്തിനാ കള്ളക്കളി കാണിക്കുന്നത്? അതാണ് സുകുമാരൻ നായർ എന്ന് പറയുന്ന ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. നിങ്ങൾ കള്ളക്കളിയാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് നേരായ മാർഗം നിങ്ങൾക്കില്ല. നേരായ മാർഗമുണ്ടെങ്കിൽ നമുക്കെല്ലാം, എനിക്ക് ഇപ്പോൾ അനിൽ ബോസിൻ്റെ സുഹൃത്താണ്, പക്ഷേ നമ്മൾ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നമ്മൾ പറയാറില്ലേ? അതേപോലെ പ്രശാന്തെ, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഏതെങ്കിലും കാര്യം നിർദ്ദേശം നിങ്ങൾ വെക്ക്, നമ്മൾ സ്വീകരിക്കില്ലായിരുന്നോ? അവിടെ നിങ്ങളെന്താ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം. അവിടെ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അതിനെന്തു രാഷ്ട്രീയം? ഒരുപക്ഷെ സംഘപരിവാറിൻ്റെ എതിർപ്പ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സംഘപരിവാറിൻ്റെ എതിർപ്പിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ വടക്കേന്ത്യ മോഡലിലെല്ലാം പല ആരാധനാലയങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ നിങ്ങളെന്തിനാ അവരുടെ പാത പിന്തുടരാൻ വേണ്ടി പോകുന്നത്? അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നോ? അതല്ലേ കേരളത്തിലെ ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളും നിങ്ങളെ എതിർത്തത്? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിവിടെ അനിൽ ബോസെ വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പറഞ്ഞത്? കഴിഞ്ഞ തവണ 53 ലക്ഷം ആളുകൾ ശബരിമലയിൽ വന്നു. ഒരാളും ഒരഭിപ്രായ വ്യത്യാസവും പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത് 2000 കേരളം ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു ശബരിമലയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് മാസ്റ്റർ പ്ലാനാണ്? ഒരു മനസ്സിലാകുന്നില്ല. വെറുതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയല്ലേ. നിലയ്ക്കൽ ബേസ് ക്യാമ്പായിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ. പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ ബോസ്, നമ്മൾ എന്നാണ് നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആക്കണം എന്ന ചിന്ത നമ്മുടെ തലയിലേക്ക് വരുന്നതെന്നറിയുമോ? പ്രളയം 2018 വന്നു. 2018 പ്രളയം വന്നതിന് ശേഷം പമ്പയാകെ ഒലിച്ചുപോയി.
ആ ഘട്ടത്തിലാണ് നമ്മൾ നിലയ്ക്കലിലേക്ക് ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ട് കൂടുതൽ സംവിധാനം അവിടെ ഒരുക്കിയതുള്ള ചിന്തയിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്നല്ലായിരുന്നോ? ഇപ്പോൾ അൽബോസ് വരുമ്പോൾ എന്നെ കൂടെ വിളിക്കണം, ഞാനിവിടെ വരാം. ഒരു 3000 ആൾക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനം ഒരു 3 മാസം മുമ്പാണ്, കഴിഞ്ഞ ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബി ഫണ്ടിൽ ഉപയോഗിച്ച് പണിതാണ്. പിന്നെ ഈ മാസ്റ്റർ പ്ലാൻ, ഏത് ഘട്ടത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ട്? നമ്മൾ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ മുമ്പോട്ട് വെക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കേന്ദ്ര വനഭൂമി ആവശ്യപ്പെട്ട് തരുന്നില്ല. ആ ഘട്ടത്തിൽ നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയാണ് പിന്നീട് പറയുന്നത് നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ, നിങ്ങൾ ഭൂമിയുടെ കാര്യം പറയുന്നല്ലോ, നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ ആക്കുക. ആ ഘട്ടത്തിലാണ് നമ്മൾ ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ഉണ്ടാക്കിയപ്പോൾ ഹൈ പവർ കമ്മിറ്റി ആ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചില്ല. ഒരു ഏജൻസിയെ കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. പിന്നീട് സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ മാസ്റ്റർ പ്ലാനിൽ ശബരിമലയിൽ 453 കോടിയുടെ ഡെവലപ്മെൻറ്റ്, 1033 കോടിയുടെ ഡെവലപ്മെൻറ്റ് നിലയ്ക്കലും പമ്പയിലുമായിട്ട്, അത് ഏകദേശം 1500 കോടി രൂപയോളം ഡെവലപ്മെൻറ്റ് വരുന്നു. ആയിക്കോട്ടെ, ആ സമയത്താണ് ഭക്തർ പറയുന്നത് ഇത് ഞങ്ങളുടെ ആരുടെ നിർദ്ദേശമല്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെയോ ദേവസ്വം മന്ത്രിയുടെയോ ഒന്നും നിർദ്ദേശമല്ല. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചതാണ് അയ്യപ്പ സംഗമം. അവർ സിംഗപ്പൂരും മലേഷ്യയും എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോയപ്പോൾ ഞങ്ങൾക്ക് കൂടി കുറേ കാര്യങ്ങൾ നിർദ്ദേശമുണ്ട്, അത് കേൾക്കാൻ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി തരണം. അങ്ങനെയാണ് അവരുടെ തലയിലേക്ക് ഈ ചിന്ത കയറുന്നത്. അങ്ങനെ അവർ ഒരു അയ്യപ്പ സംഗമം വിളിച്ചു ചേർക്കാൻ വേണ്ടി നിശ്ചയിച്ചു. മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. അവർ പറഞ്ഞു, അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടു, അതെല്ലാം കുറിച്ചു. അതിനുശേഷം നമ്മുടെ അവിടുത്തെ തിരക്ക് ശബരിമല ഉള്ള സമയം മുതലുണ്ട്, എങ്ങനെ തിരക്ക് നിയന്ത്രിക്കാം, ആ ചർച്ചയാണ് അവിടെ നടത്തിയത്. മാർസിയൻ ദർശനം എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ള ചർച്ചയല്ല, ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം, മാസ്റ്റർ പ്ലാൻ എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചമാക്കി കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ വിവിധ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ആത്മീയ ടൂറിസം കൂടുതൽ ഭക്തജനങ്ങളെ സുഖമായി എത്തിക്കാൻ കഴിയും. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനെതിർക്കുന്നു, നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അവിടെയാണ് ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ കള്ളക്കളി അവസാനിപ്പിക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കള്ളക്കളി അത് അവസാനിപ്പിക്കണം. അതിപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ആകെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ജാള്യതയാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ M. ജയചന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഇപ്പോൾ ഈ ശബരിമലയും ആഗോള അയ്യപ്പ സംഗമത്തിൽ മാത്രം നിൽക്കേണ്ട ഒന്നല്ല. കാരണം അത് ഏറ്റവും ഒടുവിൽ വന്ന പ്രകടമായ ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തുടരുന്ന ക്ഷേമപ്രവർത്തികൾ, വികസന പദ്ധതികൾ, ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ തൊട്ടറിയുകയാണ്. ഇതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലും സംഭവിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ വികാസമാണ്. അപ്പോൾ ആ വികാസത്തിനുള്ള ഒരു അനുകൂലമായ ഘടകത്തെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ തുറന്നത്. അത് ഭക്തരുടെ ആഗോളതലത്തിൽ ഒരുപക്ഷേ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനുമായിട്ടില്ല. കാരണം തിരുപ്പതിയുണ്ട്, പഴനിയുണ്ട്, ഋഷികേശുണ്ട്, പല ഇടത്തുമുണ്ട്. പക്ഷേ ഇത്രയും ഭക്തന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവിടുത്തെ ശബരിമലയുടെ വികസനം ആസൂത്രണം ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ട വലിയൊരു പോസിറ്റീവായ ഘടകമാണ്. അത് ദേവസ്വം ബോർഡിൻ്റേതാണ്, എന്നാലും അത് സർക്കാരിന് ആ അർത്ഥത്തിൽ അഭിമാനിക്കാവുന്നതാണ്. കാരണം അവരുടെ വികസനത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു വലിയ പദ്ധതിയുടെ പന്ഥാവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വശമാണ് നാം കണ്ടത്. അതാണ് NSSലൂടെയും SNDPയിലൂടെയും KPMSലൂടെയും അടക്കം നേരത്തെ പറഞ്ഞ വിവിധ ഘടകങ്ങൾ സാമൂഹികമായി എത്തുന്നത്. അതിനെ അങ്ങനെ കാണണ്ടേ? അതിനെ കണ്ണടച്ചിരുട്ടാക്കാമോ കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ? പക്ഷേ കോൺഗ്രസിന് അന്താളിപ്പും ഭയമൊക്കെ ഉണ്ട്. ഇന്നത്തെ പ്രതികരണത്തിൽ നമ്മളത് കണ്ടതാണ്. ജയചന്ദ്രൻ, അജിംഷാദ്, ഇത് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളീയ സമൂഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്നായി മനസ്സിലാക്കുകയാണല്ലോ. ഇവിടെ വരുന്നത് ഈ സ്പെസിഫിക് ആയിട്ട് ഈ വിഷയം തന്നെ എടുത്താൽ മതി. സ്ത്രീ പ്രവേശന വിഷയം. ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഏറ്റവും ശക്തിയായി സർക്കാരിനോട് എതിർത്ത് പ്രതിഷേധിച്ച്
നാമജപ ഘോഷയാത്ര നടത്തിയ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അപ്പൊ ആ നായർ സർവീസ് സൊസൈറ്റി ഇപ്പോ സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ എങ്ങനെയൊക്കെയാണ്, ഏതേതൊക്കെയാണ് എന്ന് അക്കമിട്ട് പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് സ്വമേധയാ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതല്ല. NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രതിനിധി ശ്രീജിത്താണ് ആദ്യം കാണുന്നത്, അതിനുശേഷം മാതൃഭൂമിയുടെ പ്രഹ്ലാദൻ കാണുന്നു, പിന്നെ അങ്ങനെ ഓരോരുത്തരും മാധ്യമങ്ങൾ കാണുകയാണല്ലോ. അപ്പൊ കാണുമ്പോൾ അവര് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനമായും പിന്നെ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ബദൽ പന്തളത്തെ ഭക്തസംഗമം കാണുന്നത്, താങ്കൾ എങ്ങനെ കാണുന്നു, ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി 2018 മുതലുള്ള ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതും നിലവിൽ സർക്കാർ ശബരിമലയിലെ ആചാരം സംരക്ഷിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകെ പൊരുൾ എന്ന് പറയുന്നത്. അതാണ് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്താൻ ഒരുങ്ങുന്നു. ആ നിലപാടിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, പിന്തുണയ്ക്കുന്നത്. ഇതിന് മാത്രം എന്തിനാണ് പ്രശ്നമാക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ഉയരേണ്ട ചോദ്യം. ആ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കിട്ടുന്ന ഉത്തരമാണ് ഇതിൽ വിരളി പിടിച്ചത് മുഴുവനും ആരാണ്? വിരളി പിടിച്ചത് 1 കോൺഗ്രസ്, 2 BJP, 3 കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമ സംവിധാനങ്ങൾ. ഇത്രയും വിഭാഗങ്ങളാണ് ഇതിൽ പിന്നെ ഒട്ടും സഹിഷ്ണുത കാണാൻ തയ്യാറാവാതെ കടുത്ത അസഹിഷ്ണുതയുമായി ഏതാണ്ട് വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനും കുടുംബത്തിനെതിരെ തന്നെ ഉന്നയിച്ച് വിടുകയാണ് കഴിഞ്ഞ 2 ദിവസമായി. അതുകൊണ്ട് വല്ലതും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണോ ഈ നമ്മള് പണ്ട് വൈലോപ്പള്ളിയാണ് 1957 പറഞ്ഞിരുന്ന അധോമുഖ വാമനന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ അധോമുഖ വാമനന്മാരുടെ ആധുനിക പതിപ്പുകളായിട്ടാണ് ഇത്തരക്കാരെ വിശേഷിപ്പിക്കാൻ മറ്റൊരു പദം കിട്ടുന്നില്ല. അത്തരത്തിലാണ് കേരളത്തിൽ സുഗമമായി നടക്കേണ്ട ഒരു തീർത്ഥാടന കാലത്തിന്റെ പ്രാരംഭത്തിലാണ് മാസ്റ്റർ പ്ലാനിന്റെ വലിയൊരു സാധ്യതകൾ തേടിക്കൊണ്ട് പിന്നെ ശബരിമലയുടെ വികസനത്തിന് 3 സെഷനുകളായി 20-ാം തീയതി സർക്കാർ ചർച്ച ചെയ്യുന്നത്. അത് MLA സൂചിപ്പിച്ചതുപോലെ, ദിനേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ മാസ്റ്റർ പ്ലാൻ ഒരു ചർച്ച, മറ്റേ ക്രൗഡ് മാനേജ്മെന്റ് വേറൊരു ചർച്ച, പിൽഗ്രിം ടൂറിസം വേറൊരു ചർച്ച, ഇങ്ങനെയാണല്ലോ 20-ാം തീയതി നടത്തിയത്. അതിന്റെ ബദലായിട്ടാണല്ലോ 22-ന് ഇപ്പോഴത്തെ ബദൽ അയ്യപ്പ സംഗമം വന്നത്. ആ അയ്യപ്പ സംഗമത്തിൽ എന്താണ് മുമ്പോട്ട് വെച്ചതെന്നുള്ളത് കണ്ടതാണ്. എന്താണ്? വർഗീയ ഭ്രാന്തനാണ്, മതഭ്രാന്തനാണ് വാവർ എന്ന് പറഞ്ഞ് വിഷം തുപ്പുന്ന ഒരു പിന്നെ വർഗീയ വിദ്വേഷ പ്രചാരകനായ പേരെന്താണ്, ഒരു മഹർഷി എന്നാണ് ഒടുവിൽ ആ ചെങ്കൂട്ടുകുണത്തിന്റെ ആശ്രമത്തിൽ ഉള്ള ശാന്താനന്ദ മഹർഷി. എന്തൊരു ശാന്തവും എന്തൊരു ആനന്ദവുമാണ് അദ്ദേഹത്തിന്റെ അതെ അല്ല, എന്തൊരു ശാന്തവും എന്തൊരു ആനന്ദവുമായിരുന്നു ആ മഹർഷി എന്ന് പറയുന്ന ആ ഒരു രൂപത്തിന്റെ വായിൽ നിന്ന് നിർഗളിച്ച പദപ്രയോഗങ്ങൾക്കുണ്ടായിരുന്നു. അത്രമേൽ വിഷലിപ്തമായിരുന്നില്ലേ ആ മഹർഷി എന്ന പദത്തിനെ വികൃതവൽക്കരിച്ച ഈ മാന്യന്റെ ഉദീരണങ്ങൾ അവിടെ കേരളം മുഴുവൻ കേട്ടത്? അതല്ലേ ഉണ്ടായത്? വാവർ എന്ന് പറയുന്ന ആള് വർഗീയവാദിയാണ്. ആരാണ് ഈ വാവർ? ആരാണ് വാപുരൻ? ഇതൊക്കെ പുരാണം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നേ. പന്തളം രാജവംശം ഒറിജിനേറ്റ് ചെയ്യുന്നത് തന്നെ 11-12 നൂറ്റാണ്ടുകളിലാണ്. തിരുനെൽവേലിയാണ് ആസ്ഥാനം അവരുടെ. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 1000-1200 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ഈ കലിയുഗവരൻ എന്നാണ് അയ്യപ്പന്റെ പേര്. ധർമ്മശാസ്ത്രാവ് എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഹരിഹരസൂദനാണ് ധർമ്മശാസ്ത്രാവ്. അദ്ദേഹം ഉണ്ടാവുന്നത് ത്രേതായുഗത്തിലാണ്. 21,60,000 വർഷങ്ങൾക്ക് മുമ്പാണ് ത്രേതായുഗത്തിന്റെ കാലഗണന തന്നെ. അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ ഈ അമൃതകുംഭം പാലാഴി മഥനം കഴിഞ്ഞ് ഇവര് അസുരന്മാർ തട്ടിയെടുക്കുകയാണ് കിട്ടിയ ഉയർന്നു വന്ന അമൃതകുംഭത്തിന്. അപ്പോഴാണ് മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടി മോഹിനി വേഷത്തിലായി അവിടെ ചെന്ന് ഇവരുടെ കൈവശപ്പെടുത്തുന്നതും ആ വേഷത്തിൽ ആകർഷിച്ചിട്ടാണ് ഭഗവാൻ പരമശിവൻ
അതെ. ഭഗവാൻ പരമശിവൻ ആ സംയോഗത്തിലുണ്ടാവുന്ന തുടർന്നു വരുന്ന ആളാണല്ലോ ധർമ്മശാസ്താവെന്ന് പിന്നീട് അറിയപ്പെടുന്ന ഹരിഹരസുതൻ. ആ ഹരിഹരസുതനെ സംരക്ഷിക്കാൻ ശിവൻ ഏൽപ്പിക്കുന്ന ഭൂതഗണമാണ് വാപുരൻ 21,60,000 വർഷം മുമ്പ്. അത് കഴിഞ്ഞു, ആ അവതാരം കഴിഞ്ഞു. ശബരിമലയിൽ അവിടെ പാർപ്പുറപ്പിച്ചു. ആരുടെ കൂടെ? അധസ്ഥിതരുടെ കൂടെ, കാട്ടുജാതിക്കാരുടെ കൂടെ, ആദിവാസികളുടെ കൂടെ. അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞ 11-12 നൂറ്റാണ്ടുകളിൽ തിരുനെൽവേലിയിൽ ഇങ്ങോട്ട് കടന്നു വന്ന 12 രാജവംശം. അവരുടെ കൂടെ ട്രേഡർ, കച്ചവടക്കാരനായിട്ട് വന്ന മണികണ്ഠനൊപ്പം വന്ന ആളാണ് വാവർ എന്ന് പറയുന്ന സഹായി. കലിയുഗവരദൻ എന്നാണ് പറയുന്നത്. ഇവിടെ വന്നു. അപ്പം എന്താണ് അയ്യപ്പന്റെ കലിയുഗവരദന്റെ അവതാര ഉദ്ദേശം? മഹിഷി നിഗ്രഹം, മഹിഷിയെ കൊന്നു കഴിഞ്ഞപ്പോൾ അവതാര ഉദ്ദേശം പൂർത്തിയായപ്പോൾ രാജാവിനോടും രാജപത്നിയോടും ദേശവാസികളോടും ആയിട്ട് പറയുകയാണ്, എന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി, ഞാൻ ശബരിയുടെ ആസ്ഥാനമായ ശബരിമലയിലേക്ക് പോകുന്നത്, എന്നെ കാണേണ്ടവർ അവിടെ വന്ന് കാണണം. എന്നിട്ട് അദ്ദേഹം ധർമ്മശാസ്താവിന്റെ അവിടെയുള്ള ബിംബത്തിലേക്ക് വിലയം പ്രാപിക്കുകയാണ്. ആര്? മണികണ്ഠൻ എന്ന കലിയുഗവരദനായ അയ്യപ്പസ്വാമി. അതാണ് ഐതിഹ്യവും ചരിത്രവും കെട്ടുപിടിക്കുന്ന ആ കഥ. അപ്പൊ വാപുരൻ എന്ന് പറയുന്ന ആൾ 21,60,000 വർഷം മുമ്പുണ്ട്. അതെ, അത്തരം ബാബർ സ്വാമിയെ നിഷേധിക്കുന്ന തരത്തിലേക്കുള്ളത് അയ്യപ്പ ഭക്തരെ പോലും അസ്വസ്ഥപ്പെടുത്താണ്. കാരണം അത് ആചാര ലംഘനമാണ്. കാരണം നമ്മൾ കാണുന്ന ആചാരത്തിൽ അയ്യപ്പ ഭക്തി പൂർത്തിയാകുന്നത് ബാബർ സ്വാമിയും കൂടെ ചേർന്നാണ്. അങ്ങനെ അപൂർവമായ മതേതരത്വത്തിൻ്റെ ഒരു ഇടമാണ്. അത് മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു, ശബരിമല. അപ്പോൾ അങ്ങനെയുള്ള ഇടം. പക്ഷേ ഞാൻ ശ്രീ ജയചന്ദ്രൻ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ NSS ഇത്തരത്തിലൊരു നിലപാട് പറയുമ്പോൾ അനിൽ ബോസൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടനാട് ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെയൊക്കെ പിന്തുണയോടുകൂടി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് UDF സീറ്റ്. ഘടകകക്ഷികളുമായിട്ടൊക്കെ സംസാരിച്ചു എന്നാണ് കേൾക്കുന്നത്, കേൾവിയാണേ, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അനിൽ ബോസ് പോലും വളരെ കോൺഫിഡൻസോടുകൂടി പറയുകയാണ് ഈ എന്താണ് NSS ജനറൽ സെക്രട്ടറിയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല എന്ന്. നമ്മളെല്ലാവരും ചോദിക്കുകയാണ്, KC വേണുഗോപാലിനോടും ഇന്നലെയും ഇന്നും VD സതീശനോടും ചോദിക്കുകയാണ്, ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രമത്തിന് നിങ്ങൾ പോകുമോ എന്ന് മാധ്യമപ്രവർത്തകരൊക്കെ ചോദിക്കുമ്പോൾ അതിനോടൊന്നും ഒരു ഉത്തരവും പറയാൻ തയ്യാറല്ല. അപ്പോൾ അന്താളിപ്പും ഭയവുമുണ്ട്. ഇനി NSSനെ ഏത് രീതിയിൽ സമീപിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്? അത് ഒരുപക്ഷെ അനിൽ ബോസ് പറയില്ല, താങ്കൾക്ക് അറിയാമല്ലോ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി. അല്ല, അതിൻ്റെ അകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, അനുനയിപ്പിക്കുന്ന പ്രശ്നമല്ല. ഈ മാതൃഭൂമിയുടെ ഇന്നലത്തെ എഡിറ്റ് പേജിലെ പ്രഹ്ലാദന്റെ ഇന്റർവ്യൂ തുടങ്ങുന്നത് തന്നെ ചോദ്യം, മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണോ? നല്ല ബന്ധമാണ്, വിളിക്കാറുണ്ട്. മറുപടി സുകുമാരൻ നായരുടെ. അടുത്ത ചോദ്യം, കോൺഗ്രസ് നേതാക്കളുമായിട്ടും നല്ല ബന്ധമില്ലേ? മറുപടി ഇല്ല, ആരും വിളിക്കാറില്ല, ബന്ധം അവർ തന്നെ കളഞ്ഞതാണ്, ഇവിടെ പെരുന്നയിൽ സ്ഥിരം വന്നിരുന്നതാണ്. പറയുന്നത് ജനീഷ് കുമാർ MLA അല്ല, അദ്ദേഹം CPIM MLA ആണല്ലോ. അല്ല, ഞാനോ അജിംഷാദോ അല്ല, അനിൽ ബോസ് പോലും അല്ല, പറയുന്നത് G. സുകുമാരൻ നായരാണ്. എന്ത് മറുപടി ഉണ്ട് കോൺഗ്രസിന്, UDF നേതൃത്വത്തിന്? കോൺഗ്രസിന്റെ MP ആയ UDF കൺവീനറോ KPCC പ്രസിഡന്റോ CLP ലീഡറായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനോ ഒരക്ഷരം പ്രതികരിച്ചോ? ഇല്ലല്ലോ ഇക്കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അജിംഷാദെ? ശ്രീ G. സുകുമാരൻ നായർ മാതൃഭൂമിയോട് പറഞ്ഞ, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആ വാചകം പദാനുപദം പരിപൂർണമായും ശരിയാണ് എന്ന് അംഗീകരിക്കുകയാണ് കോൺഗ്രസും UDFും ചെയ്തത്. അതിന്റെ ജാള്യതയാണ് അവരുടെ നിശബ്ദത. അതാണ് ശ്രീ അനിൽ ബോസ്, അവിടെയാണ് കാതലായ ഒരു ചോദ്യം ഉയരുന്നത്. അതായത് സർക്കാരിൻ്റെ നിലപാട്, വിശ്വാസികളോടൊപ്പം ശബരിമല വികസനം സാധ്യമാക്കുന്ന സർക്കാരിൻ്റെ നിലപാടിന് NSSന് പോലും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം സർക്കാരിനെ എതിർക്കുന്നു, അന്നും ഇന്നും. പക്ഷേ NSS ഈ നിലപാട് മാറിയിട്ടും NSSനെതിരെ കൃത്യമായൊരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ കോൺഗ്രസ്സിനാകുന്നില്ല ഇതുവരെ. എല്ലാവരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾ NSSുമായൊരു തർക്കത്തിനില്ല എന്ന് പറഞ്ഞാണ് ഒഴിയുന്നത്. അതായത് എല്ലാ അമ്പും ചോർന്നു പോയ നിരായുധനായ യുദ്ധത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നിരായുധരായ പോരാളിയെപ്പോലെ, തോൽവി മുന്നിൽ കണ്ട പോരാളികളെ പോലെയാണ് യഥാർത്ഥത്തിൽ UDF ഇപ്പോൾ കാട്ടുന്നത്. അങ്ങനെ നിരീക്ഷിച്ചൂടെ? അതാണ് ഇവരൊക്കെ പറയുന്നത്. അജിംഷാദെ, ഞാൻ അതിന് മറുപടി പറയാം. എനിക്ക് സമയം തന്നാൽ മതി. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം,
ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് CPM പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനീഷിനോട്. ജനീഷ് എന്നാണ് ആദ്യമായി ശബരിമലയിൽ തൊഴാൻ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ താങ്കൾ പോയിട്ടുണ്ടോ? എന്ന് മുതലാണ് താങ്കൾ ശബരിമലയിൽ പോകാൻ തുടങ്ങിയത്? വ്യക്തിപരമായ കാര്യമല്ലേ. രണ്ടാമത്തെ എൻ്റെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അല്ല ഒരു സെക്കൻഡ്, ഇല്ലില്ല ഒരു സെക്കൻഡ് എൻ്റെ പോയിന്റിലേക്ക് വരട്ടെ. സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, സെഞ്ചുറി, പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര വർഷമാണ്? അതിൽ എത്ര വർഷമാകുമ്പോഴാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കേണ്ടത്? 75 വർഷമാണെന്നാണ് എൻ്റെ ബോധ്യം. അജിം ഷാദിന് തർക്കമുണ്ടെ തിരുത്താം. 75 വർഷമാകുമ്പോഴാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് ആണല്ലോ. ദേവസ്വം ബോർഡ് രൂപീകൃതമായത് എന്നാണെന്നറിയാമോ? അജിം ഷാദിനറിയാമോ? ഈ CPM പ്രതിനിധി അങ്ങ് വിടുകയാണ്. എന്നാണെന്നറിയാമോ? അവതാരകനോടാണ് എൻ്റെ ചോദ്യം. ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് എന്നാണെന്നറിയാമോ? 1949 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 76 വർഷം കഴിഞ്ഞ് 50 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1949 ആഗസ്റ്റ്. നിങ്ങൾ പറയുന്ന 49-ൽ ഇത് പറയുന്ന കേക്കൂ. നമ്മൾ ചുമ്മാ തർക്കിക്കല്ലേ. നിങ്ങൾക്ക് നാണക്കേടുണ്ടാവും. ഒരു MLA ഇത്രയും ബോധമില്ലാത്ത ഒരാളാണെന്ന് പൊതുസമൂഹം ധരിക്കും. വസ്തുതാപരമായിട്ടാ പറയുന്നത്. ഹിന്ദു റിലീജിയസ് ആക്ട് ഉണ്ടായതാണ്. ഇത് കേൾക്കൂ, പറഞ്ഞുതരാം. ഹിന്ദു റിലീജിയസ് ആക്ട് ഉണ്ടാകുന്നത് അല്ലല്ല, വസ്തുതാപരമായി പറയാം. അതെ, വസ്തുതാപരമായി തന്നെയാ പറയുന്നത്. തിരുവിതാംകൂർ നമ്മൾ രണ്ടുപേരൂടെ പറഞ്ഞാൽ ആളുകൾ കേൾക്കില്ല. ഇത് കേൾക്കൂ. മന്നത്ത് പത്മനാഭനും R. ശങ്കറും അവിടെ നിൽക്കട്ടെ. ആരാണ് ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ആരാണ് ദേവസ്വം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എന്നാണ് ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ ലയിച്ചത്? അല്ല, ഇന്ത്യൻ യൂണിയൻ. ഇത് കേൾക്കൂ എൻ്റെ സഹോദര, ഒരു MLA എന്നുള്ള നിലയിൽ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവകാശനാകരുത്. ദേവസ്വം ബോർഡ് രൂപീകൃതമാകുന്നത് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതിന് ശേഷമാണ്. ചേർന്നപ്പോൾ ചിത്തിര തിരുനാൾ മഹാരാജാവുമായി ഉണ്ടാക്കിയ കവനന്റിന്റെ അടിസ്ഥാനത്തിലാണ്. 1949 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ദേവസ്വം ബോർഡ് രൂപീകൃതമാകുന്നത്. ഹിന്ദു റിലീജിയസ് ആക്ട് ഉണ്ടാകുന്നതാണ്. ഇത് കേൾക്കും. നിങ്ങൾ ഈ മന്നത്ത് പത്മനാഭനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് 49-ലാണെന്ന് നിങ്ങൾ പറയുന്നു. 50-കളിൽ തന്നെയാണ്. താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയൂ ശ്രീ അജിംഷാദെ. ഞാൻ അല്ല, കാര്യത്തിലേക്ക് ഞാൻ പറയുന്നത്, MLA പദവിയിലിരിക്കുന്ന ഒരാൾ വസ്തുതകൾക്ക് വിരുദ്ധമായി ചാനൽ ചർച്ചയിൽ വന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ല, തെറ്റാണ്. ഞാൻ പറഞ്ഞത് താങ്കൾ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയുന്നു 1949 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. താങ്കൾ ഇത് കേൾക്കൂ. താങ്കൾ പറയുന്ന എന്നാണ് ആദ്യം കേൾക്കൂ. പ്രേക്ഷകരെല്ലാവരും പൊട്ടന്മാരല്ല. അവർക്കൊക്കെ ഇത് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 1949 ഓഗസ്റ്റ് മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ദിവസം എത്തുമ്പോൾ എത്രയായി? 76 വർഷവും കഴിഞ്ഞ് 52 ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. 57 ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? 76 വർഷം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കൂ എൻ്റെ പൊന്നെ. സ്വയം പൊട്ടനാകാതെ 1950 ഉണ്ടാകുന്ന ഹിന്ദു റിലീജിയസ് ആക്ട് ആണ്. നിങ്ങൾ വസ്തുതാപരമായി നമ്മൾ തമ്മിൽ വ്യക്തിപരമായ ഒരു ചർച്ചയിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 15 of 1950. It is entrusted with the task of administrating. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ. നിങ്ങളത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. നിങ്ങൾ ഇത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. ഹിന്ദു റിലീജിയസ് ആക്ട് രൂപം കൊണ്ടത് 1950-ലാണ് ഞാൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് രൂപം കൊണ്ടത് 1949 ഓഗസ്റ്റ് 1-നാണെങ്കിൽ അതിന്റെ പ്ലാറ്റിനം ജൂബിലി ഒരു വർഷത്തിനും 50 ദിവസത്തിനും മുമ്പ് ആഘോഷിക്കണമായിരുന്നു. ഇവരാഘോഷിച്ചോ? ഈ ഗവൺമെന്റിന്റെ ദേവസ്വം ബോർഡിന്റെ കാലാവധി തീരാൻ ഇനി എത്ര മാസമുണ്ട്?
MLA പറയട്ടെ. 2 മാസം അവശേഷിക്കുന്നു ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ കാലാവധി തീരാൻ. ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ എത്ര മാസമുണ്ട്? 6 മാസം ഇരിക്കുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനം സംസാരിച്ചാൽ മതി. അയ്യപ്പ ഭക്തന്മാരുടെ ഉദാഹരണമൊന്നും നിങ്ങൾ നടത്തണ്ട. അയ്യപ്പ ഭക്തന്മാരുടെ ചോദ്യമാണ്. ദേവസ്വം ബോർഡിന് കാലാവധിയുണ്ട്. ദേവസ്വം ബോർഡിന് കാലാവധിയുണ്ട്. ഇരിക്കുന്ന ഭരണസമിതിക്ക് കാലാവധിയുണ്ട്. ഇരിക്കുന്ന ഭരണസമിതിക്ക് കാലാവധിയുണ്ട്. ഇരിക്കുന്ന ഭരണസമിതിക്ക് കാലാവധിയുണ്ട്. 2 വർഷത്തേക്കാണ് കാലാവധി. അങ്ങനെ അല്ലായിരുന്നു നിലവിൽ. എന്റെ പൊന്നു സഹോദരൻ, പ്രസിഡന്റിന്റെ കാലാവധി നിങ്ങൾ ഈ പറയുന്നത് പോലെ 2 മാസമാണ്. അതിൽ ബോർഡ് മെമ്പർമാർ 2 പേരുണ്ട്. ഒരാളെ എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ. ഞാൻ 2 മാസം എന്ന് പറഞ്ഞില്ല. ഒന്നാമത് ചോദ്യം കേൾക്കുമ്പോ പതറി വർത്തമാനം പറയല്ലേ. ചോദ്യം കേൾക്കുമ്പോൾ പതറി വർത്തമാനം പറയരുത്. ഇപ്പോൾ നിയോഗിക്കപ്പെടുന്ന കാലാകാലം നിങ്ങൾ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലാവധി 2 വർഷം. ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ കാലാവധി 2 വർഷം കൊണ്ട് തീരുകയാണോ? അല്ല, ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് മെമ്പർമാർ വന്നാൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് മെമ്പർമാർ വന്നാൽ 2 വർഷമാണ് കാലാവധി. വർഷം അത് ചുരുക്കിയത് ജി സുധാകരൻ ദേവസ്വം ബോർഡ് കാലാവധി കൊടുത്തത്. താങ്കൾ അത് ആദ്യം പഠിക്കുക, ആദ്യം മനസ്സിലാക്കുക. അല്ല, അതെ ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി 2 വർഷം 2 മാസം കൊണ്ട് കഴിയാൻ പോകുന്ന സഹോദര, ദേവസ്വം ഇത് കേൾക്കൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ദേവസ്വം ബോർഡ് ഭരണസമിതിയായി ആര് നിയോഗിക്കപ്പെട്ടാലും അവർക്കുണ്ടായിരുന്ന കാലാവധി വെട്ടിക്കുറച്ച് 3 വർഷമാക്കിയത് മുൻ മന്ത്രി ജി സുധാകരന്റെ കാലയളവിലാണ്. അത് കോൺഗ്രസ് ഭരണസമിതിയെ പിരിച്ചുവിടാൻ വേണ്ടി 2 വർഷമാക്കി ചുരുക്കിയത് ഈ ഗവൺമെന്റാണ്. നിങ്ങൾ ചുമ്മാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു അംഗം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. സന്തോഷ്, ചെങ്ങന്നൂർ സ്വദേശി, നിങ്ങളുടെ ജില്ലക്കാരനല്ലേ? അയാൾക്ക് തുടരാം. അയാൾക്ക് PSC മെമ്പർമാരെ പോലെ തുടരാം. ഞാൻ പറഞ്ഞല്ലോ, നിലവിലിരിക്കുന്ന ഭരണസമിതി. അതെ, ഭരണസമിതിയുടെ കാര്യം വിടൂ. ശബരിമലയുടെയും അയ്യപ്പ സംഗമത്തിന്റെയും കാര്യത്തിൽ രാഷ്ട്രീയമായി പെട്ടുപോകുന്ന കോൺഗ്രസ് നിരായുധരാകുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഇങ്ങനെ ക്വിസ് പറഞ്ഞു പോരുത്. ഓക്കെ, ഇൻഫർമേറ്റീവായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്റെ അജിംസാദെ ഒരു ചർച്ചയിൽ വന്നിരുന്ന ഒരു വിഷയം പറയുമ്പോൾ ഒരു ക്വിസ് മത്സരമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്, ഒരു ഡിബേറ്റാണ്. ആ ഡിബേറ്റിൽ പ്ലാറ്റിനം ജൂബിലി എന്ന പ്രയോഗം തെറ്റാണ് എന്ന് എനിക്ക് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് 1 വർഷമോ 50 ദിവസം മുമ്പ് നടത്തേണ്ട. അതല്ലല്ലോ വിഷയം. അതല്ലല്ലോ അനിൽ ബോസ് ഇവിടുത്തെ വിഷയം. അത് പറഞ്ഞ സമയങ്ങളല്ലേ. അത് തന്നെയാണ് വിഷയം. പ്ലാറ്റിനം ജൂബിലി ഒരു സെക്കൻഡ്. പ്ലാറ്റിനം ജൂബിലി എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തിയതിനെ പ്ലാറ്റിനം ജൂബിലി ആയിട്ടല്ല കാണേണ്ടത്. CPM-ന്റെ ഒരു ഇലക്ഷൻ പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമ്മേളനമായിട്ട് കണ്ടാൽ മതി. അല്ല, ഭക്തരെ ഉദ്ധരിക്കാനാണെന്ന് നിങ്ങൾ എന്നോട് പറയണ്ട. പറഞ്ഞാൽ വിശ്വസിക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞു. ഈ ഒരു വർഷത്തിന്റെ പിണക്കമാണോ ആഗോള അയ്യപ്പ സംഗമമായ നിങ്ങൾ അതാണോ NSS-ഉമായി അല്ല അജിംസാദെ, MLA പറഞ്ഞ കാര്യങ്ങൾക്കല്ലേ ഞാൻ മറുപടി പറയുന്നത്. CPM പ്രതിനിധി പറഞ്ഞതിനല്ലേ ഞാൻ മറുപടി അല്ലല്ലോ ഞാൻ മറുപടി പറയുന്നത്. അദ്ദേഹം മറ്റൊരു ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവിനെ കാണാൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു, കണ്ടില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഭരണഘടനാ പദവിയാണ്. അത് MLA-ക്ക് അറിയാമോ? ആ പ്രതിപക്ഷ നേതാവിനെ ഇതിനെക്കുറിച്ചുള്ള ആലോചനാ യോഗത്തിൽ വിളിക്കണോ? അങ്ങനെ വിളിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി വേണമോ അദ്ദേഹത്തെ രക്ഷാധികാരിയായിട്ട് വെക്കാൻ? അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ രക്ഷാധികാരിയായിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വാലുമാട്ടി വരുന്ന ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന് നിങ്ങൾ ധരിച്ചോ? വസ്തുതാവിരുദ്ധമായി മറ്റൊരു കാര്യം കൂടി താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു. അദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് വന്നത്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. അദ്ദേഹം വന്നത് നിലവിൽ ഇത് വിവാദമായി പ്രതിപക്ഷ നേതാവിന് അയ്യപ്പ സംഗമത്തിന്റെ സ്വാഗത സംഘം രക്ഷാധികാരിയാക്കിയത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തോട് കോംപ്രമൈസ് ചെയ്യാനാണ് വന്നപ്പോൾ അദ്ദേഹത്തിന് പനിയായിരുന്നു. അദ്ദേഹം ഒന്നും കണ്ടില്ല, ആരെയും കണ്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നല്ല ആരെയും കണ്ടില്ല. അങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതായിരിക്കെ വന്നിരുന്നത് പച്ചക്കള്ളം പറയരുത്. ഒരു ചർച്ചയിൽ വന്നിരുന്നത് നമ്മളൊക്കെ പരിചയമുള്ളവരാണ്, സൗഹൃദമുള്ളവരാണ്. ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തോട് താങ്കൾ മറുപടി പറഞ്ഞില്ല. ചില സാങ്കേതിക ഘടകങ്ങളിൽ മാത്രമാണ് താങ്കൾ മറുപടി പറഞ്ഞത്. ഞാൻ ജനീഷിലേക്ക് പോകുന്നു. ജനീഷ്, ഇതിന് മറുപടി ഉണ്ടെങ്കിൽ.
ഈ പറഞ്ഞതിന് ഓരോന്നിനും മറുപടി ഉണ്ടല്ലോ. NSSുമായും SNDPയുമായും പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ഈ അനിൽ ബോസുമായിട്ട് ഇപ്പോ കുറെ അധികം ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഈ അവസാന സമയത്ത് ഇങ്ങനെ ഈ ബഹളം വെച്ച് ചർച്ച അലമ്പുന്ന ഒരു സ്വഭാവം അനിൽ ബോസിനുണ്ട്. കാരണം ചോദിക്കുന്ന ടൈമിലൊന്നും പറയാതെ അതിന് വ്യക്തമായ മറുപടികൾ പറയാതെ ഈ അവസാന സമയത്ത് ബഹളം വെക്കുന്ന ഒരു സ്വഭാവം അനിൽ ബോസ് ജനീഷ് കുമാർ പറയട്ടെ. അദ്ദേഹം താങ്കൾ പറഞ്ഞതിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അദ്ദേഹം പറയട്ടെ, അത് കേൾക്കൂ. ശ്രീ ജനീഷ് കുമാർ പറയൂ. അല്ല, അനിൽ ബോസിന് ഇനിയും സമയം വേണമെങ്കിൽ അജിംഷാദെ 1, 2, 5 മിനിറ്റ് കൊടുത്തു. പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി അനിൽ ബോസ് ഇടപെടുന്നത് ശരിയല്ല. കഴിഞ്ഞ 1-2 ചർച്ചയിലായി ആദ്യമൊന്നും ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. പക്ഷേ അവസാനം അലമ്പുന്ന ഒരു സ്ഥിതി അനിൽ ബോസിനുണ്ട്. എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ശരി, ഇപ്പൊ മനസ്സിലായല്ലോ ജനീഷ്. സംസാരിച്ചപ്പോൾ താങ്കൾ ആദരണീയനായ എനിക്ക് അറിയാൻ സാങ്കേതികമായി കഴിഞ്ഞില്ല. ശരി, അപ്പോൾ ഞാൻ പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമുക്കറിയാം ആദരണീയനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെയും ശ്രീ ആർ ശങ്കറിൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ബോർഡ്, ആ ബോർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിന് ശേഷമുള്ള അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ്, പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ്. ഇത് മാത്രമല്ല നടന്നത് കേട്ടോ. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി. അനിൽ ബോസ് പറഞ്ഞത് ഈ പരിപാടി രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെയാണോ അനിൽ ബോസ്? ഈ പരിപാടി രാഷ്ട്രീയമാണെങ്കിൽ ശരിയാ, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണ നൽകാൻ നിങ്ങളില്ല, നിങ്ങൾ വരേണ്ടതില്ല. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ പിന്തുണ തരാൻ വേണ്ടിയാണല്ലോ NSS എത്തിയത്, SNDP എത്തിയത്, KPMS എത്തിയത്, 28ഓളം വരുന്ന സാമുദായിക സംഘടനാ നേതാക്കന്മാരെത്തിയത്. അവരൊന്നും ഇത് മനസ്സിലാക്കാത്ത ആളുകളാണോ? അവർക്കെല്ലാം കാര്യം മനസ്സിലായി. അനിൽ ബോസ്, എന്താ നിങ്ങൾ ശബരിമലയുടെ പേരിൽ ചെയ്യുന്നതെന്നും ഇടതുപക്ഷം എന്താണ് ശബരിമലയുടെ പേരിൽ ചെയ്യുന്നത് ഇന്ന് തുടങ്ങിയതല്ല. അജിംഷാദ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അജിംഷാദ് അവിടെ ഒരു റോഡുണ്ട്, PK ചന്ദ്രാനന്ദൻ റോഡെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. PK ചന്ദ്രാനന്ദൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നില്ല, BJPയുടെ നേതാവായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രബലനായ നേതാവ് പുന്നപ്ര വയലാറിൻ്റെ സമരസേനാനി സഖാവ് PKCയുടെ റോഡിൽ ആ പേരിട്ടത് ആരാന്നറിയാവോ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ അങ്ങനെ ആ റോഡിന് പേരിട്ട, അല്ലാതെ ആരും നിർദ്ദേശിച്ചതല്ല. എന്താ, ശബരിമലയിൽ ആ കാനന ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്രയാസം, വളരെ പ്രയാസം, ബുദ്ധിമുട്ട്, ഈ പറയുന്ന കല്ലും മുള്ളും എല്ലാം ചവിട്ടി പോകുമ്പോഴാണ് ആ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന PKC തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായി വരുന്നതും അവിടെ സുഗമമായ റോഡ് ഉണ്ടാക്കുന്നതും. അദ്ദേഹം അവിടെ പോയി കൈലിയുമെടുത്ത് തലയിൽ തോർത്തും കെട്ടി അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നത് കണ്ട് ഭക്തലക്ഷങ്ങളിട്ട പേരാണ് ആ റോഡിൻ്റെ പേര് ചന്ദ്രാനന്ദ റോഡെന്ന്. ആ റോഡിലൂടെ കഴുതയിലായിരുന്നു അവിടേക്ക് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കഴുതയിൽ എത്തിക്കൊണ്ടിരുന്ന, ഇന്ന് കഴുത അവിടെ ഇല്ല, അവിടെ ട്രാക്ടറിൽ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി പോവുകയാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ റോഡാകുന്നു, മറ്റു സൗകര്യങ്ങളാകുന്നു. അതുമാത്രം പോരാ, എല്ലാ കാലത്തും ശബരിമല ഇങ്ങനെ തിരക്കും മറ്റു കാര്യങ്ങളും എല്ലാമായി പോയാൽ മതിയോ? കേരളത്തിലെ എല്ലാ രംഗത്തും മാറുന്നത് പോലെ ശാശ്വതമായ പരിഹാരം ശബരിമലയിൽ ഉണ്ടാവണം. അതും മുഖ്യമന്ത്രിയുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. നമ്മൾ അവിടേക്ക് നമ്മൾ റോപ്പ് വേ സംവിധാനം, അവിടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. അതും കേന്ദ്ര അനുമതിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ശബരി വിമാനത്താവളം എരുമേലിയിൽ നിങ്ങളുടെ കാലത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സാമ്പത്തിക പ്രയാസം നേരിടുമ്പോൾ ശബരി റെയിലിന് ഞങ്ങളുടെ വിഹിതം ഞങ്ങൾ നൽകും എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ട്രെയിനും എയർപോർട്ടും അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവണം. അവിടെ എത്തുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. ആവശ്യമായ ചർച്ചകൾ നടത്താൻ ഒരു കോൺക്ലേവ്. ആ കോൺക്ലേവിൽ ആരാണ് രാഷ്ട്രീയം കാണിച്ചത്? കോൺക്ലേവ് മാത്രമല്ല, സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ സമീപനം എന്താണെന്ന് ഇവരെല്ലാം തിരിച്ചറിഞ്ഞു.
ഞങ്ങൾ ഒരു കാലത്തും ആചാരം ലംഘിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരല്ല. ഞങ്ങളുടെ അജണ്ടയിലും അതില്ല. എല്ലാ വിശ്വാസികൾക്കും ഒപ്പം തന്നെയാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ആ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഉണ്ടായ സാഹചര്യം 91-ൽ കയറണ്ട എന്ന് തീരുമാനിച്ചു, കയറുന്നില്ല. പിന്നീട് ശേഷം കയറണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന എന്താണോ ആ കാര്യമാണ് ആ കാലത്ത് ചെയ്തിരുന്നത്. അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നവരും എന്താ പറഞ്ഞത്? നിങ്ങളുടെ BJP-ക്കാർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിയമനിർമ്മാണം കൊണ്ടുവരും. എന്നിട്ട് എന്തായി നിയമനിർമ്മാണം? അതാ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി ചോദിച്ചത്. BJP-ക്കാർക്ക് ചെയ്യാമല്ലോ, BJPയും കോൺഗ്രസും ഒന്നും അവിടെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുക, അജിംഷാദ് ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായും ഭരണസമിതിയൊക്കെ ആയിട്ടും നിങ്ങളുടെ കാലത്ത് പലരും വരാറുണ്ടല്ലോ, നിങ്ങൾ പലരും വെക്കാറുണ്ടല്ലോ. ഒരാളെങ്കിലും അഴിമതിയില്ലാതെ പുറത്തു പോയിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയല്ലേ നിങ്ങളുടെ കാലത്ത് പുറത്തു വന്നുകൊണ്ടിരുന്നത്? നിങ്ങൾ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കാനാണ് നിങ്ങളുടെ കാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഏതെങ്കിലും ബോർഡ് വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാലം ഒരു ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശ്വാസികളുടെ സംരക്ഷണമാണ്. ശബരിമല ആയിക്കോട്ടെ, ഏത് ആരാധനയായിക്കോട്ടെ, അവിടെ വിശ്വാസികളുടെ സംരക്ഷണമാണ്. അത് ഞങ്ങൾ സത്യസന്ധമായി ചെയ്യുന്നു, ഞങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു, ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ സാമുദായിക നേതൃത്വവും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കുറേ കാലം ചില മാധ്യമങ്ങളെയെല്ലാം കൂട്ടി ഇവിടെ കള്ളക്കഥകളെല്ലാം പ്രചരിപ്പിച്ചല്ലോ. പക്ഷെ നിങ്ങൾ കരുതി ആ ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആകെ ഒലിച്ചു പോകുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് തിരിച്ചറിയും. ഇന്ന് അതാണ് കാണുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഈ ഭരണവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അങ്കലാപ്പാണ് നിങ്ങൾക്കുള്ളത്. അതിൻ്റെ അങ്കലാപ്പ് വല്ലാത്ത അങ്കലാപ്പ് തന്നെയാണ് അതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആര് തന്നെ എതിർത്താലും, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എതിർക്കുമ്പോൾ നിങ്ങൾ അധിക്ഷേപിക്കാറുണ്ട്, അത് നമ്മൾ കാണുന്നതാണ്. ഇനി അത് NSS ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഒരഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് ഇല്ലാതെ ചെയ്തേക്കാം. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലാതെയും എല്ലാം ഇപ്പോൾ നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ശ്രീ M. ജയചന്ദ്രൻ, സമയം കഴിഞ്ഞു, പരിമിതി കൊണ്ടാണ്. അജിംഷാദെ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അജിംഷാദെ ഒരു സെക്കൻഡ്, എനിക്കൊരു കാര്യം മനസ്സിലായി. കൈരളി ചാനൽ ഉണ്ടായിട്ടും സർക്കാർ ഉണ്ടായിട്ടും സകല സമുദായങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന് ഈ CPM പ്രതിനിധിയുടെ ചർച്ച കേട്ടാൽ തോന്നും അദ്ദേഹം ഉറക്കത്തിൽ പോലും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ടീമിനെ കണ്ട് ഞെട്ടി ഉണരുന്നുണ്ടെന്നാണ് ഞാൻ. തീർച്ചയായും ശ്രീ M. ജയചന്ദ്രൻ, സൈബറിടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മിടുക്കന്മാരാണ് എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ ഭയക്കുന്നു. ഞാൻ അവരെ ആ കാര്യത്തിൽ കൈരളി ചാനലിൽ നിന്നുകൊണ്ട് പോലെയുള്ള ആളുകളെ വെച്ച് അധിക്ഷേപം വരുത്തുകയല്ലേ നിങ്ങൾ ഇവിടെ ആരോപണ വിധേയരായ വെള്ളപൂശുക. ഒരു മിനിറ്റിൽ താഴെ അതായത് ഈ സൈബർ ആക്രമണം സുകുമാരൻ നായർക്കെതിരെയും സുകുമാരൻ നായർക്കെതിരെയും സൈബർ ആക്രമണമുണ്ട്. അപ്പോൾ അതിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് പോലും പിടിച്ചുകെട്ടാനാകാതെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു അധാർമിക പ്രശ്നം കൂടിയുണ്ട് സൈബർ ഇടത്ത്. അത് ജനീഷ് കുമാർ പറഞ്ഞ് അഡ്രസ് ചെയ്യേണ്ടതാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ല, അത് അതിനകത്തുള്ള ഒരു വലിയ ഈ പ്രതിസന്ധി എന്താണെന്നറിയാമോ അജിംഷാദെ? ഇപ്പോ പിന്നെ CPM-നെ, LDF-നെ, UDF-ന്റെയും BJP നേതാക്കളും മാധ്യമങ്ങളൊക്കെ ഒരുപാട് വിമർശിക്കാറുണ്ട്, കടന്നാക്രമിക്കാറുണ്ട് ഈ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ. പക്ഷെ പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഏറ്റവും കൂടുതൽ പിന്നെ തല്ല് വാങ്ങേണ്ടി വരുന്ന സോഷ്യൽ മീഡിയയിലടക്കം? മാത്രമല്ല, ഇൻ റിയാലിറ്റി രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ ഓരോ ജില്ലയിലും എടുത്ത് നോക്കിക്കോളൂ.
കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ തല്ല് വാങ്ങേണ്ടി വരുന്നത്. ഇപ്പൊ അത് തീർച്ചയായും വയനാട്ടിലാണെങ്കിൽ അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ക്ഷമിക്കുക. ഒറ്റക്കാര് ഈ NSS ജനറൽ സെക്രട്ടറിയെ വിമർശിക്കുന്നവർ പന്തളത്ത് മൈക്ക് കെട്ടി വാവരുസ്വാമി അയ്യപ്പനെ ആക്രമിക്കാൻ വന്ന മുസ്ലിം തീവ്രവാദിയാണെന്ന് പറഞ്ഞതിനെതിരെ ഇവർക്ക് ഒരു അഭിപ്രായവും ഇല്ല. അതാണ് അടിവരയിടേണ്ടത്. തീർച്ചയായും അതിന്റെ വർഗ സ്വഭാവം ആ രീതിയിലാണ് വികസിക്കുന്നത്. ഇതോടുകൂടി ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.